വിഷയത്തിന്റെ റൂട്ട് പഠിക്കുകയാണ്, പ്രബോധനത്തിന്റെ മുൻഗണനാക്രമങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്, ഹദീസുകൾ മാറ്റുരച്ചു വെക്കുകയാണ്, ഹദീസ് നിഷേധവും ഹദീസിനെ സ്വീകരിക്കുന്ന രീതിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആളുകൾ വിഷയം പഠിച്ചു. കൂട്ടം കൂട്ടമായി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഔദ്യോഗിക പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി. ഹക്കല്ലേ ഞാൻ ഈ പറയുന്നത്, സത്യമല്ലേ ഞാൻ ഈ പറയുന്നത്? ആളുകൾ എന്ന് പഠിക്കാൻ തയ്യാറായി. വിഷയം പഠിച്ചപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഇതാണ് ശരി. എങ്കിൽ എന്റെ കാരണവന്മാരെ ആലോചിക്ക് നിങ്ങൾ. ഒരു പതിറ്റാണ്ട് മുമ്പ് പൂളപ്പൊയിൽ കേന്ദ്രമാക്കി മടവൂർ വിഭാഗത്തിന്റെ ആളുകൾ ഒരു ആസ്ഥാനമുണ്ടാക്കുകയും ഒരു പുതിയ സംഘടന രൂപീകരിക്കുകയും ചെയ്ത് ആസൂത്രിതമായി ചില നീക്കുപോക്കുകൾ നടത്തിയപ്പോ പഠനത്തിലൂടെ കണ്ടെത്തി, ആളുകൾക്ക് ബോധ്യപ്പെട്ടു ശരിയല്ലേ ഇത് ചില ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തിയതിന്റെ പരിണിത ഫലമായി ഉണ്ടായ ഗ്രൂപ്പിസമാണ് എന്ന്. ചോദിക്കട്ടെ ഞാൻ, ഈ പ്രസ്ഥാനത്തിൽ ഏറ്റവും കാരണവർ ആരായെന്ന്? 90 വയസ്സ് അതല്ലെങ്കിൽ അതിലും കൂടുതൽ പ്രായമായ കരുവള്ളി മുഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകൾ ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ പോലും ഒരംഗമല്ല അദ്ദേഹം. ആണോ? ബഹുമാനനായ പണ്ഡിതനാണ്. നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പതിറ്റാണ്ടുകളായി അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ബഹുമാനനായ പണ്ഡിതനാണ്. രാഷ്ട്രീയക്കാരും മത സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരും ആദരിക്കുന്ന വ്യക്തിത്വമാണ്. എന്തൊരു തെറ്റാണ് നമ്മുടെ പ്രസ്ഥാനത്തിനോട് കരുവള്ളി മുഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകൾ ചെയ്തത്? ചോദിക്കണം നിങ്ങൾ, അന്വേഷിക്കണം നിങ്ങൾ. അദ്ദേഹം നിരീക്ഷണത്തിലാണ്. 80 വയസ്സ് കഴിഞ്ഞ് 85 വയസ്സ് കഴിഞ്ഞ് ഒരു നൂറ്റാണ്ട് പ്രായമാകാൻ പോകുന്ന കരുവള്ളി മുഹമ്മദ് മൗലിയെ നിരീക്ഷിക്കുകയാണ് ആര്? അബ്ദുസ്സമദ് സുല്ലമിയെ പോലെയുള്ളവർ നിരീക്ഷിക്കുകയാണത്രേ. ഇയാൾക്ക് ശിർക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയാണ്. അബ്ദുറഹ്മാൻ സലഫി നിരീക്ഷിക്കുകയാണ്. അല്ലേ? ഇതുപോലെ ഞാൻ ആ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ആളുകൾ നിരീക്ഷിക്കുകയാണ്. കരുവള്ളി മുഹമ്മദ് മൗലവി പതുക്കെയാണ് ഇപ്പൊ നടക്കുന്നത്, നടക്കാൻ ക്ഷീണിതനാണ്, പ്രയാസത്തിലാണ്. എന്നാലും അദ്ദേഹം നടന്ന് ശിർക്കിൽ ചെന്ന് വീഴുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഞങ്ങൾ. തീരുമാനം ഇപ്പൊ പറയുന്നില്ല. നിരീക്ഷണത്തിലാണത്രേ കരുവള്ളി മുഹമ്മദ് മൗലവി. നഊദുബില്ല. ആലോചിക്കണം നിങ്ങൾ, ചിന്തിക്കണം നിങ്ങൾ. അമാനി മൗലവി എങ്ങാനുമെന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമാനി മൗലവിക്ക് പ്രസ്ഥാനത്തിൽ സീറ്റില്ല. ഇല്ല. ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബിന് ഒരിക്കലും സീറ്റില്ല. അമാനി മൗലവിയുടെ തഫ്സീറിൽ മാറ്റം വരുത്തണം, ചെറിയ തിരുത്തുകൾ ഉണ്ടാക്കണം, വിശദീകരണം അത്ര ഭൂഷണമല്ല എന്ന് വ്യംഗ്യമായി പ്രബോധകന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമാനി മൗലവി ഉണ്ടെങ്കിൽ അമാനി മൗലവി ഔട്ടാണ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന്. ഉസ്മാൻ സാഹിബ് ഉണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹം ഔട്ടാണ്. അല്ലേ? ഏതോ ഒരു പ്രത്യേകമായ വിഭാഗം പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ അവരൊക്കെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തീർത്തും പുറത്തു പോകണമെന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. ബഹുമാനനായ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് അറിയാമായിരുന്നു ആദ്യഘട്ടത്തിൽ എന്താണ് പ്രശ്നമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റുന്നില്ല. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് മുമ്പാകെ വെക്കാം, നിങ്ങൾക്ക് അന്വേഷിക്കാം. ഒരുപക്ഷെ ഈ സംസാരം ഇവിടെ മാത്രമായിരിക്കില്ല കേൾക്കുന്നത്, നിങ്ങൾക്ക് അന്വേഷിക്കാം. നമുക്കെന്തെങ്കിലും വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. AP അബ്ദുൽ ഖാദർ മൗലവി ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് വരേണ്ട അതേ നമ്മുടെ നേതാവാണ്, സംശയമില്ല. ആദർശത്തിന്റെ പടയോട്ടം നടത്തിയ മഹാനായ പണ്ഡിതനാണ്, സംശയമില്ല. ആദർശത്തിന് വേണ്ടി ത്യാഗം സഹിച്ച മഹാവ്യക്തിത്വമാണ്, സംശയമില്ല. ചേകന്നൂരിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സംവാദത്തിലൂടെ പൊളിച്ച് കടിയിൽ കൊടുത്ത ത്യാഗവര്യനായ നേതാവാണ്, സംശയമില്ല. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, AP അബ്ദുൽ ഖാദർ മൗലവി ഇക്കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ വോട്ട് ചോദിക്കുന്നത് പോലെ ശ്രദ്ധിച്ചോ, മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അതിന്റെ തലേ ദിവസവും AP അബ്ദുൽ ഖാദർ മൗലവി ഫോൺ കറക്കി. എന്നിട്ട് പറഞ്ഞു, ഒരു ടീം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, അവർക്ക് വോട്ട് കൊടുക്കണമെന്ന്. നഊദുബില്ല. ഇതെന്താ രാഷ്ട്രീയ പ്രസ്ഥാനമാണോ? ഇതെന്താ രാഷ്ട്രീയ പ്രസ്ഥാനമാണോ? ഇത് നിങ്ങൾക്ക് ചോദിക്കാം, അന്വേഷിക്കാം. APയോട് എനിക്ക് വ്യക്തിപരമായ ഒരു വൈരാഗ്യവുമില്ല. എന്റെ ഉസ്താദാകാൻ പ്രായമുള്ള ബഹുമാനനായ നേതാവാണ്, സംശയമില്ല. ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പ്രസ്ഥാനത്തിലേക്ക് പൊളിറ്റിക്സ് കയറിക്കൂടിയോ അത് നിങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്.
എടക്കര എന്റെ മണ്ഡലത്തില് ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഒരു ടീം നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, അവര് നിന്നോട് പറയും കാര്യങ്ങള്, നാളെ ഇലക്ഷൻ ഉണ്ട്, വോട്ട് അവർക്ക് പറയുന്ന ആൾക്ക് കൊടുക്കണം എന്ന് ബഹുമാനായ AP ഫോണിലൂടെ പറഞ്ഞു. ഒരാൾക്കല്ല, 2 പേർക്കല്ല, 10 പേർക്കല്ല, പലർക്കും പ്രായമേറിയ APയെ കൊണ്ട് വിളിപ്പിച്ച് രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ ഈ പ്രസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പാവപ്പെട്ട AP ഉപയോഗപ്പെടുത്തി. പ്രായമേറെയായിട്ട് സുഖമില്ലാതെ കിടക്കുന്ന APയെ മറുപടി പ്രസംഗങ്ങളുടെ വേദിയിലേക്ക് നിങ്ങളൊന്ന് കയറിയിറങ്ങിയാൽ മതി, 2 വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ സ്റ്റേജിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന് ഇവര് കാര്യങ്ങളൊക്കെ അവർ പറയും എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ APയെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. മലപ്പുറം ജില്ലയിലെ മമ്പാട് എന്ന് പറയുന്ന പ്രദേശം വലിയ MESന്റെ കോളേജുള്ള സ്ഥലമാണ്, ഇടവണ്ണക്കപ്പുറമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് നടന്നൊരു സംഭവം കൂടി നിങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളുകളികളെ നിങ്ങൾക്ക് വേഗത്തിൽ ബോധ്യപ്പെടും. എന്താണ്? അവിടെ നമുക്കൊരു പള്ളിയുണ്ട്, കടവത്തോടിൽ പള്ളിയുള്ളതുപോലെ മമ്പാട് ടൗണിൽ ചെറിയ അങ്ങാടിയല്ലേ, വലിയൊരു പള്ളി നമുക്കുണ്ട്. അത് KNMന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത പള്ളിയാണ്. ആ പള്ളി മടവൂരിൽ ഭാഗമാണ് മേൽക്കൈ അതല്ലെങ്കിൽ അതിന്റെ അധികാരം വെച്ച് കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് KNMകാരായ ആളുകൾക്ക് നിരാശയാണ്. അവർ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, നമുക്ക് 2 കൂട്ടർക്കും വിധി വരുന്നത് വരെ ക്ഷമിച്ച് മുന്നോട്ട് പോകാം. ഹൈക്കോടതിയുടെ വിധി വന്നു, അവരുടെ അപ്പീൽ തള്ളിക്കളഞ്ഞില്ലേ, സ്വത്തും സംവിധാനങ്ങളും ഒക്കെ KNMനാണെന്ന് വിധി വന്നല്ലോ, ശരി വന്നു. എന്നിട്ട് മമ്പാടങ്ങാടിയിലെ പള്ളി അവിടെ കയ്യിൽ നിന്ന് KNMന്റെ അധികാരം വെച്ച് വാങ്ങി KNMന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കയറി വന്ന ഒരു സമസ്തയുടെ കുടുംബത്തിൽപ്പെട്ട ബാക്കിയുള്ളവരൊക്കെ അതേ ആദർശത്തിൽ നിൽക്കുന്ന ഒരു പാവപ്പെട്ട വ്യക്തിത്വം എന്ന് പറഞ്ഞ സ്വഭാവം കൊണ്ട് പാവപ്പെട്ട ഒരു വ്യക്തിത്വം, അയാളുടെ പണം ഉപയോഗിച്ച് മമ്പാട് ടൗണിൽ 25 ലക്ഷം രൂപ മുടക്കി അയാൾ സ്ഥലം വാങ്ങി. ശരിക്കും കേൾക്കണം, 25 ലക്ഷം രൂപ മുടക്കി ഒരു സ്ഥലം വാങ്ങി. എന്തിന്? അപ്പുറത്തൊരു പള്ളിയുണ്ട്, പക്ഷേ അവിടെ ഒരു ക്ലാസ് നടത്താൻ സമ്മതിക്കൂല, ഒരു പ്രോഗ്രാമും വെക്കാൻ സമ്മതിക്കില്ല, ഒരു CRE നടത്താൻ സമ്മതിക്കില്ല, ISMന്റെ ഒരു പരിപാടിയും വെക്കാൻ സമ്മതിക്കില്ല, KNMന്റെ ഒരു ക്ലാസും വെക്കാൻ സമ്മതിക്കില്ല. നിസ്കാരം മാത്രം, വേറെ ഉപദേശങ്ങളോ നസീഹത്തോട് കൂടിയുള്ള ഗുണഘോഷിക്കലോ ഒന്നും പാടില്ല. അതുകൊണ്ട് നമുക്ക് വേറൊരു പള്ളി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് അയാൾ സ്വന്തം പോക്കറ്റിൽ നിന്ന്, അയാളുടെ വരുമാനത്തിൽ നിന്ന് 25 ലക്ഷം രൂപ എടുത്ത് തൊട്ടടുത്തൊരു സ്ഥലം വാങ്ങി. പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് ദൂരെ മാറി ഒരു സ്ഥലം വാങ്ങി. ആ സ്ഥലത്ത് അയാൾ 30 ലക്ഷം രൂപ മുടക്കി ഒരു പള്ളി ഉണ്ടാക്കി. 55 ലക്ഷം രൂപയും അയാളുടേത് മാത്രം, ഒരു പിരിവുമില്ല, ഒരാളോട് സഹായം ചോദിച്ചിട്ടില്ല. അയാൾ എന്റെ വീട്ടിൽ വന്നു സംസാരിച്ചു, എന്നോട് ചോദിച്ചു, 6 മാസം നിങ്ങൾ ഖുത്ബ പറയുമോ? ശരി, ഞാൻ പറയാമെന്ന് പറഞ്ഞു. പള്ളി ഉണ്ടാക്കിയിട്ടില്ല, അപ്പോ സ്ഥലം വാങ്ങിയിട്ടില്ല, അപ്പോ ഞാൻ വാങ്ങിയൊരു പള്ളി ഉണ്ടാക്കിയാൽ നിങ്ങൾ പറയുമോ? ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നോട് വ്യക്തിപരമായി അടുപ്പമുള്ള ഒരു വ്യക്തിത്വമാണ്. ശരി, ആ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ നീക്കുപോക്കുകൾ നീക്കി ആ സ്ഥലം വാങ്ങി പള്ളി ഉണ്ടാക്കി. അയാൾ ഈ പ്രസ്ഥാനത്തിലേക്ക് അടുത്തിടെ വന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ട് ഉള്ളുകളികളെ കുറിച്ചറിയില്ല. അയാൾ APയുടെ വീട്ടിലേക്ക് ചെന്ന് ആധാരമേൽപ്പിച്ചു. APയുടെ വീട്ടിലേക്ക് ചെന്ന് ആധാരമേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് മരിച്ചാൽ എന്റെ കുട്ടി മരിച്ചു. അയാളുടെ കുട്ടി 16 വയസ്സുള്ള മകൻ പള്ളി നനച്ച ആ പള്ളി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ട സേവനങ്ങൾ ചെയ്ത അദ്ദേഹത്തിന്റെ മകൻ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൂത്ത കുട്ടി അവനായിരുന്നു. അല്ലാഹു ആ മകനെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആധാരം കൊണ്ടുപോയി കൊടുത്തു. പിന്നെയാണ് വിഷയങ്ങൾ മനസ്സിലായത്. അദ്ദേഹം APയോട് പറഞ്ഞു, അവിടെ KNMന് ഒരു പള്ളിയുണ്ട്, ഇത് ഞാൻ സ്വന്തം ഉണ്ടാക്കിയ പള്ളിയാണ്, ഞാൻ സ്വന്തം വാങ്ങിയ സ്ഥലമാണ്, അതുകൊണ്ട് എനിക്ക് പൊരുത്തമില്ല. ആ പള്ളി നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്നത്തെ രീതിയിൽ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പള്ളി ഉണ്ടാക്കി, സ്ഥലം വാങ്ങി പള്ളി ഉണ്ടാക്കി അദ്ദേഹത്തെ സെക്രട്ടറിയാക്കി. 2 മീറ്റിംഗ് കഴിഞ്ഞ് 3ാമത്തെ മീറ്റിംഗ് കൂടി അയാൾ പള്ളിയിലേക്ക് ചെന്നപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ ജിന്നൂരിയായതുകൊണ്ട് നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അയാളോട് പറയണേ, അയാൾ സ്വന്തം 25 ലക്ഷം കൊടുത്ത് വാങ്ങിയ സ്ഥലം, 30 ലക്ഷം കൊടുത്തുണ്ടാക്കിയ പള്ളി, ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ചെല്ലുമ്പോ കമ്മിറ്റിക്കാർ പറയുന്നു, നിങ്ങൾ ജിന്നൂരിയായതുകൊണ്ട് നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അയാൾ പറഞ്ഞു, നിസ്കരിക്കാനും വരാൻ പറ്റൂലേ, സൗകര്യം ഉണ്ടെങ്കിൽ വന്നാ മതി. ശരി, ആവട്ടെ. ആ പള്ളിയിൽ നിന്ന് അയാളെ പുറത്താക്കി ജിന്നൂരി എന്ന് വിളിച്ചപ്പോ അയാൾക്ക് സങ്കടം വന്ന് APയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ദയവ് ചെയ്ത് എന്റെ ആധാരം തിരിച്ചു തരണമെന്ന് പറഞ്ഞു. പൊരുത്തമില്ല എനിക്ക് എന്ന് പറഞ്ഞപ്പോ AP പറഞ്ഞു, ഞാൻ ആലോചിച്ച് നാളെ തീരുമാനം പറയാമെന്ന് പറഞ്ഞു. പിന്നെ നേതാക്കന്മാരൊക്കെ കൂടി
കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു. അദ്ദേഹം രേഖാമൂലം അറിയിച്ചു, ബഹുമാനായ പി ആദർശത്തിന് വേണ്ടി ഓടി നടന്നിട്ട് ത്യാഗം സഹിച്ചിട്ട് സേവനം ചെയ്തിട്ട് പ്രായാധിക്യത്തിൽ നിങ്ങൾ ഇത് ചെയ്ത് തിരിച്ചു പോകരുത്. നാളെ പരലോകത്ത് റബ്ബ് നിങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ ഞാൻ പറയും അല്ലാഹുവിനോട്, അല്ലാഹുവേ, എന്റെ ഇഷ്ടമില്ലാത്ത മുതൽ ഈ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞ്, സീല് പറഞ്ഞ്, ലെറ്റർ പേര് പറഞ്ഞ് ഞാൻ ഇഷ്ടപ്പെടാത്ത മുതൽ അയാൾ തട്ടിയെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സ്വർഗപ്രവേശനം കൊടുക്കരുത് നാഥ എന്ന് റബ്ബിന്റെ കോടതിയിൽ ഞാൻ പറയുമെന്ന് രേഖാമൂലം ഏപ്പിക്കെഴുതി കൊടുക്കുമ്പോ എത്ര സങ്കടമുണ്ടാകും സഹോദരങ്ങളെ. എന്നിട്ടെങ്കിലും മനസ്സ് പാകപ്പെട്ടോ? അപ്പൊ എന്താണ് ആഗ്രഹിക്കുന്നത്? ചില ആളുകൾ പറയും, കാരണവന്മാര് പറയും, AP പറഞ്ഞാൽ, TP പറഞ്ഞാൽ, KNM പറഞ്ഞാൽ, ജമിയത്തുൽ ഉലമ പറഞ്ഞാൽ അതിൽ തെറ്റ് സംഭവിക്കാൻ സാധ്യതയില്ല. KK സക്കരിയ സലാഹി കടവത്തൂരിൽ നിങ്ങളോടൊപ്പം താമസിക്കുന്ന ആളാണ്. ഇവിടുത്തെ ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. ശരി, അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചോ, കാരണവന്മാരെ നിങ്ങൾ ചോദിച്ചോ, നിന്നെക്കുറിച്ച് കേൾക്കുന്നുണ്ട് സക്കരിയ, നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട് മൗലവി, നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവനാണ് എന്ന്, പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവനാണ് എന്ന്, പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നവനാണ് എന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് നിന്ന് നമസ്കരിച്ചവരാണ്, ഒരു സ്റ്റോപ്പിൽ നിന്നവരാണ്, ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയവരാണ്, ഒരു നാട്ടുകാരായി ജീവിച്ചവരാണ്. അതുകൊണ്ട് എന്താണ് അതിന്റെ ഹക്ക് എന്ന് കാരണവന്മാരെ, തെറ്റിദ്ധരിച്ചവരെ, പരലോകത്തെ ഓർക്കുന്നവരെ, നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിന്ന് മറുപടി പറയണമെന്ന് ഓർമ്മയുള്ളവരെ നിങ്ങൾ ചോദിച്ചോ ആ വ്യക്തിത്വത്തോട്. എനിക്കറിയില്ല, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യത്തെ നിങ്ങൾ പിൻവലിച്ചോളൂ. നിങ്ങൾ ചോദിച്ചോ, എന്താണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്ന് അയാളുടെ വാദമൊന്ന് നിങ്ങൾ കേട്ടോ. ഇവിടെ മാത്രം ചോദിക്കാൻ സാധ്യത കുറവാ. ആരെ പറ്റിയൊക്കെയാണോ പരാമർശങ്ങൾ നടക്കുന്നത് അവരോടാരോടും സാധാരണക്കാര് പോലും ചോദിക്കുന്നില്ല. ഞങ്ങൾക്കൊന്നും ചോദിക്കാനില്ല. APNDP ഒക്കെ വെറുതെ പറയോ എന്ന് ചോദിക്കുന്നവരാണ്. APയുടെ നാട്ടിൽ ആ മഹലിൽ ഞാൻ ചെന്ന് പ്രസംഗിച്ചു. ബഹുമാനയായ AP അങ്ങ് കുറ്റപ്പെടുത്തരുത്, അയാൾക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് ഏതോ കോക്കസ് നേതാക്കന്മാർ എഴുതി കൊടുക്കുന്ന ലെറ്ററിൽ ബഹുമാനായ AP ഒപ്പിട്ട് കൊടുക്കുകയാണ്. APയെ നിങ്ങൾ ചതിക്കുകയാണ്, APക്ക് ഓർമ്മയില്ലാതെയാണ് AP ചെയ്യുന്നത് എന്ന് ഞാൻ പ്രസംഗിച്ചപ്പോ മറുപടി പ്രസംഗം പറഞ്ഞു. ബഹുമാനായ APയുടെ മകൻ, എന്റെ വാപ്പാക്കൊരു ഓർമ്മക്കുറവുമില്ല, ഒപ്പിട്ടത് മുഴുവനും ബോധപൂർവമാണ്, സൈൻ ചെയ്തത് മുഴുവനും ബോധപൂർവമാണ്, എന്റെ ഉപ്പക്കൊരു പിഴവും സംഭവിച്ചിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ഈ കളി ബോധപൂർവമല്ലേ? APയോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇത് പറയുന്നതല്ല? അല്ല. പിന്നെ ആരോട് യോജിക്കണമെന്നാണ് ഇപ്പൊ പറയുന്നത്? മടവൂർ ഭാഗത്തോട് നമുക്ക് പ്രത്യേക വെറുപ്പുണ്ടോ? ഇല്ല. വ്യക്തിപരമായ വൈരാഗ്യമുണ്ടോ? ഒന്നുമില്ല. ആദർശപരമായ ഏറ്റുമുട്ടലുകളല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ നാട്ടുകാരനായ നിങ്ങൾക്ക് പരിചയമുള്ള നീലപുസ്തകവും മഞ്ഞ പുസ്തകവും ഒക്കെ ഇറക്കി ഒരു പതിറ്റാണ്ട് മുമ്പ് പ്രസ്ഥാനത്ത് വല്ലാതെ കോലൊക്കെ സൃഷ്ടിച്ച MI മുഹമ്മദ് അലി സുല്ലമി, പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അറബി കോളേജിൽ അധ്യാപകനായി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നിട്ടുണ്ട്. ഇന്ന് മറുവിഭാഗത്തിന്റെ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയിലെ മുതിർന്ന പണ്ഡിതനുമാണ്. ഇനി ബാക്കി കേട്ടോളൂ. ചോദിക്കാൻ നിങ്ങൾക്ക്, എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം, നിങ്ങൾക്ക് അന്വേഷിക്കാം, വെറുതെ പറയില്ല. യോജിക്കണമെന്ന് പറയുന്നു. നമുക്ക് യോജിപ്പിന് എതിർപ്പുണ്ടോ? ഐക്യത്തിന് നമ്മൾ എതിരാണോ? അല്ല. നമ്മളെ ഒരു കൊച്ചു സംഘം മാറി നിന്ന് ആളുകൾക്കിടയിൽ നമ്മൾ മാത്രം ഒരു വേറിട്ട പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒറ്റക്കെട്ടായി ദൈവത്തെ നിർവഹിച്ച് ഉജ്ജ്വലമായ തൗഹീദിന്റെ പ്രബോധനം നിർവഹിച്ച് നാളെ വരാനിരിക്കുന്ന സ്വർഗം ആഗ്രഹിക്കുകയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കൊതിക്കുന്നില്ല. ഇല്ല. ഹക്ക് റബ്ബിനറിയാം, ഹൃദയത്തിന്റെ അകത്തളമറിയുന്ന റബ്ബിനറിയാം, ഇരുട്ടും വെളിച്ചവും ഇല്ലാത്ത റബ്ബിനറിയാം, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ലാത്ത റബ്ബിനറിയാം, കാലങ്ങൾക്കപ്പുറം നിൽക്കുന്ന റബ്ബിനറിയാം. ഞങ്ങൾ തൗഹീദ് പ്രസംഗിക്കുന്നവരാണ്, ശക്തമായി തൗഹീദ് പറയുന്നവരാണ്, ശിർക്കിലേക്ക് പോകല്ലേ എന്ന് പറയുന്നവരാണ്, ശിർക്കിന്റെ ലാഞ്ചന പോലും ഉണ്ടാവല്ലേ എന്ന് പറയുന്നവരാണ്. ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കല്ലേ എന്ന് പഠിപ്പിക്കുന്നവരാണ്. കുളത്തിലാവട്ടെ, കിണറിലാകട്ടെ, പുഴയിലാകട്ടെ, നദിയിലാകട്ടെ, കരയിലാകട്ടെ, കുന്നിലാകട്ടെ, ചെരുവിലാകട്ടെ, താഴെയാകട്ടെ, മുകളിലാകട്ടെ, മരത്തിലാകട്ടെ, താഴെയാകട്ടെ, ഇല്ല. ജിന്നിനോട് സഹായത്തെട്ട് നടത്തിക്കൂടാ എന്ന് പറയുന്നവരാണ്, ജിന്നിനോട് പ്രാർത്ഥിച്ചുകൂടാ എന്ന് പറയുന്നവരാണ്. അല്ലേ? എന്നിട്ടും സഹോദരങ്ങളെ, നടന്നു പോകുമ്പോൾ വിളിക്കുന്നു ജിന്നൂരി എന്ന്. എന്തുകൊണ്ട് അറിയില്ല.
പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ജിന്ന് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് എന്ന് പോലും ചില ആളുകൾക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസ് കേട്ട്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട് പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടം ജിന്നുകൾ മുസ്ലിങ്ങളായി മാറി എന്നതും പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു കൊടുത്ത സന്ദർഭം ഖുർആനിലുണ്ട്. അങ്ങനെ ഖുർആനിലുണ്ട് എന്ന കാര്യം പോലും ചില കാരണവന്മാർ അശ്രദ്ധ കൊണ്ട് ഇപ്പോഴാണ് വായിച്ചു നോക്കുന്നത്. എന്നിട്ട് അവരാണ് പറയുന്നത് ജിന്നിനെ കുറിച്ചുള്ള ചർച്ച പീഡികക്കൊലായിലിരുന്ന്, കടത്തിണ്ണയിലിരുന്ന്, റോഡ് സൈഡിലിരുന്ന്, പള്ളി വരാന്തയിലിരുന്ന്, അതുപോലെ മുറ്റത്തിരുന്ന്, സിറ്റ് ഔട്ടിലിരുന്ന് കാണുന്നവരോടൊക്കെ ചർച്ച നടത്തുന്നു. ജിന്നിനെ കുറിച്ചാണ് ചർച്ച. ജിന്നിന്റെ പ്രാഥമികമായ വശങ്ങളെ കുറിച്ച് പോലും ഖുർആനിന്റെ തഫ്സീറിൽ നിന്നോ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്നോ ഹദീസുകളിൽ നിന്നോ ആയത്തുകളിൽ നിന്നോ കുറ്റപ്പെടുത്തുകയല്ല, ആത്മാർത്ഥമായി വായിച്ചു നോക്കാൻ തയ്യാറില്ലാത്ത കാരണവന്മാർ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരലോകത്തെ മറന്ന് സംസാരിച്ചു പോകുന്നു. ശരി, യോജിക്കണമെന്ന് പറയുന്ന ഒരു ഘട്ടത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ ആ ചിന്ത. എന്റെ നാട്ടുകാരനായ ഒരു മനുഷ്യന്റെ പേര് ഞാൻ പരാമർശിച്ചു. അദ്ദേഹം പണ്ഡിതനാണ്, ഞാൻ ശരി വിസമ്മതിക്കുന്നില്ല. പക്ഷേ ഇനി പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ പണ്ഡിതനാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാനും പറയാനും അല്പം പ്രയാസമുണ്ടാകും. ട്രെയിനിൽ യാത്ര പോവുകയാണ്, നമ്മുടെ പ്രവർത്തകന്മാർ ആ ട്രെയിനിലുണ്ട്, യാത്ര പോവുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. കടവത്തൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ എന്തുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ തീർത്ത് ഒറ്റക്കെട്ടായി പോയിക്കൂടെ എന്ന് ചോദിക്കുന്നവർ, പോകാൻ നമുക്കെതിരില്ല. പക്ഷെ ചർച്ച നടക്കണ്ടേ, ആദർശപരമായ പ്രയാസങ്ങൾ നീങ്ങണ്ടേ, പ്രതിസന്ധികൾ മാറണ്ടേ, ആരോട് യോജിക്കാനാണ് ആവശ്യപ്പെടുന്നത്? ഇതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യണം. ആ കൂട്ടത്തിൽ ഒരൊറ്റ സംഭവം മാത്രം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മനുഷ്യൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ആ ട്രെയിനിൽ നമ്മുടെ പ്രവർത്തകന്മാരുമുണ്ട്. നിശ്ചബ്ദത്തിന്റെ ഒരു പ്രവർത്തകൻ ക്രൈസ്തവരുമായി സംസാരിക്കുന്നു. ഖുർആനിൽ അത്ഭുതങ്ങൾ പറയുന്നു. ഏകനായ ദൈവത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവനെ മാത്രം ആരാധിക്കേണ്ടതിന്റെ ഏറ്റവും പരമപ്രധാനമായ വശങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കേട്ടു. ഒട്ടകത്തെക്കുറിച്ച് പറയുന്നു, തേനീച്ചയെക്കുറിച്ച് പറയുന്നു, ഗർഭപാത്രത്തെക്കുറിച്ച് പറയുന്നു, ഖുർആനിൽ പറഞ്ഞ അത്ഭുതങ്ങളെ, സൂര്യചന്ദ്രങ്ങളെ കുറിച്ച് പറയുന്നു, നക്ഷത്ര ഗോളമണ്ഡലങ്ങളെ കുറിച്ച് പറയുന്നു. എല്ലാം കേട്ടപ്പോ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആശ്ചര്യമായി, അത്ഭുതമായി. അവർ പറഞ്ഞു, നിങ്ങളുടെ ഖുർആനിന്റെ മലയാള പരിഭാഷ ഞങ്ങൾക്കൊന്ന് തരണം, ഞങ്ങളൊന്ന് വായിക്കട്ടെ, ഞങ്ങളൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ നിങ്ങളുടെ സംസാരം കേൾക്കുകയായിരുന്നു. എന്റെ പേര് മുഹമ്മദ്, ഞാൻ ശാസ്ത്ര പരിഷത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, മലപ്പുറത്താണ് എന്റെ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് നിശ്ചബ്ദത്തിന്റെ പ്രവർത്തകൻ ദഅവത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരുടെ മുമ്പിൽ വെച്ച് ഈ നിശ്ചബ്ദത്തിന്റെ പ്രവർത്തകനോട് എനിക്ക് നിന്നോട് 2 ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്ന്, നിങ്ങളുടെ നബി എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നൊന്ന് പറയണം. ക്രിസ്ത്യാനികൾ ശ്രദ്ധിച്ച് ഏകദൈവാരാധനയെക്കുറിച്ച് തൃത്വം മാറ്റിവെച്ച് അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് കേട്ട്, ഖുർആനിന്റെ അത്ഭുതങ്ങൾ കേട്ട്, ഖുർആനിന്റെ ചർച്ച കേട്ട്, വരാനിരിക്കുന്ന ആഖിറത്തിനെ കുറിച്ച് കേട്ട് മനസ്സാകെ പാകപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇയാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ നബി എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? ക്രിസ്ത്യാനികളുടെ ശ്രദ്ധ തിരിച്ചു. ശരി, രണ്ടാമത്തെ ചോദ്യമാണ് അതീവ ഗൗരവം. എന്താ ചോദിച്ചെന്നറിയുമോ? ഖുർആനിൽ എത്ര തെറ്റുണ്ട്? നിങ്ങളുടെ ഖുർആനിൽ എത്ര തെറ്റുണ്ട്? ക്രിസ്ത്യാനികളുടെ ശ്രദ്ധ മാറി. അവരും കൂടി നിങ്ങളുടെ നബി എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്, ഖുർആനിൽ തെറ്റില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് തർക്കിക്കാൻ തുടങ്ങി. ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. ഈ ചോദിച്ചതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ ശാസ്ത്ര പരിഷത്തിന്റെ ആളാണെന്ന് പറഞ്ഞ്, എന്റെ പേര് മുഹമ്മദാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ വ്യക്തിത്വമാണ് മടൂർ വിഭാഗത്തിന്റെ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന MI മുഹമ്മദ് അലി സുല്ലമി. ഇയാളുമായിട്ടാണ് യോജിക്കേണ്ടത്? ആണോ? ഈ നിരീശ്വരവാദം പറയുന്നവരുമായിട്ടാണ് യോജിക്കേണ്ടത്? അള്ളാഹുവിനെ കളിയാക്കുന്നവരുമായിട്ടാണ് യോജിക്കേണ്ടത്? ഖുർആനിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നവരുമായിട്ടാണ് യോജിക്കേണ്ടത്? ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ? ഒരു ചർച്ചയുമില്ല, ഒന്നുമില്ല. പിന്നെ വെറും വർത്തമാനങ്ങൾ പറഞ്ഞാൽ മതിയോ എന്നത് നിങ്ങൾ ഗൗരവത്തോടുകൂടി ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ശരി, സുദീർഘമായി സംസാരിക്കാൻ എന്റെ മുമ്പിൽ സമയമുണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കാരണവന്മാരെ, നിങ്ങൾ ഓർക്കുക, പരലോകത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. ആരൊക്കെയോ എന്തൊക്കെയോ പുലമ്പുന്നത് കേട്ട് അത് ശരിയാകുമെന്ന് വിചാരിച്ച് പഠനം നടത്താതെ അന്വേഷിക്കാതെ AP പറഞ്ഞതല്ലേ,
VP പറഞ്ഞതല്ലേ, അതല്ലെങ്കിൽ നേതൃത്വം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ മൗനമായി നിൽക്കാനല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, തർക്കമില്ല. ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കയറുന്നില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, തർക്കമില്ല. നിങ്ങളുടെ നേതൃത്വത്തെ അനുസരിക്കണം. ശരി, എപ്പോഴും കേൾക്കുന്ന ആയത്താണ് അത്തിയുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്. ശരി, എന്നിട്ട് ഖുർആൻ പറഞ്ഞത് എന്താ? നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം, നിങ്ങളുടെ നേതൃത്വത്തെ അനുസരിക്കണം. തർക്കമില്ലല്ലോ, ആർക്കും തർക്കമില്ല. സംസാരിക്കുന്ന എനിക്കോ, സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാർക്കോ, സദസ്സിലിരിക്കുന്നവർക്കോ തർക്കമില്ല. ഈ 3 കാര്യത്തിൽ വഇൻ തനാസഅതും, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു തർക്കം ഒരു വിഷയത്തിൽ ഉണ്ടായാൽ എന്തു ചെയ്യണമെന്നാണ് ഖുർആൻ തൊട്ടടുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിൽ തർക്കമുണ്ടായാൽ ഫർദു, ആ തർക്കമുള്ള വിഷയത്തെ നിങ്ങൾ മടക്കണം. എവിടേക്ക് മടക്കണം? അല്ലാഹുവിലേക്ക് മടക്കണം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കണം. അതായത് ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന ഹദീസിലേക്ക് മടക്കണം. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? മൗലി ഫൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫിഇലിഹി വഖൗലിഹി വതഖരീരിഹി, അവിടുത്തെ സമ്മതങ്ങളും വാക്കുകളും പ്രവൃത്തികളും നമുക്ക് ദീനിന്റെ വശമായി പഠിപ്പിച്ചത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്, പ്രവാചകന്റെ ദിനചര്യകളാണ്, ജീവിതചര്യകളാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൽ സുന്നത്തായി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അവിടുത്തെ ഇസ്ലാമിന്റെ പാതയാണ്. തർക്കമില്ല. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ മടക്കണം. അവിടെ തർക്കമുണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങൾ നിങ്ങളുടെ ഉലുൽ അംറിലേക്ക് മടക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. നേതൃത്വത്തിലേക്ക് മടക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞത് എന്താ എന്ന് ചോദിക്കാനല്ല പറഞ്ഞത്. ഖുർആൻ എന്ത് പറഞ്ഞു? തിരുസുന്നത്ത് എന്ത് പറഞ്ഞു? പണ്ട് ലോകത്തിന്റെ ഇജ്മാ എന്താ? ഖിയാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഫത്വകൾ എന്താ? പരിശോധിക്കണം, അന്വേഷിക്കണം, എന്നിട്ട് സത്യത്തിലേക്ക് മടങ്ങണം. അവൻ നേതൃത്വത്തെ അനുസരിക്കേണ്ടതില്ല എന്നാർക്കും വാദമില്ല. ഒരു തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ ആ തർക്കത്തെ നിങ്ങൾ എങ്ങോട്ട് മടക്കണം? അവിടെ പണ്ഡിതന്മാരെ പറഞ്ഞിട്ടില്ല, നേതൃത്വത്തെ പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറയേണ്ടത് ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ടാണ്, ഹദീസ് കൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്, മുൻഗാമികളുടെ പാതയിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ്. അവിടേക്ക് മടക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ടായ തർക്കങ്ങളൊക്കെ അവിടേക്കൊന്ന് മടക്കിക്കോ, ഖുർആനിലേക്ക് മടക്കിക്കോ, ഹദീസിലേക്ക് മടക്കിക്കോ. അപ്പോൾ ആരുടെ ഭാഗത്താണ് ഹക്കുള്ളത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. പഠിക്കാൻ തയ്യാറില്ല, ഖുർആനിലേക്ക് മടക്കാൻ റെഡിയില്ല, ഹദീസിനെ കുറിച്ച് പഠിക്കാൻ റെഡിയില്ല, ഹദീസിനെ കളിയാക്കുന്ന ആളുകൾക്ക് ഒത്താശ പാടിക്കൊടുക്കാൻ നമ്മൾ റെഡിയുമാണ്, അല്ലേ? ബാലശൈത്താൻ ഫീ ഉദ്നൈഹി, പിശാച് നിങ്ങളുടെ ചെവിയിൽ മൂത്രിക്കും എന്ന് പറഞ്ഞ ഹദീസിനെ ചില സുല്ലമിമാർ കൈവിരൽ ചെവിയിലിട്ടില്ല, മൂത്രമൊഴിച്ചിട്ടില്ല എന്ന് കളിയാക്കി പറയുമ്പോ കുലുങ്ങി ചിരിക്കാൻ ആളുകൾ റെഡിയാണ്. ചില ആളുകൾ പറയുന്നത് കാണാത്തത് ഭൗതികമാണ്, അല്ല ഭൗതികമല്ല അഭൗതികമാണ് എന്നതിന് തെളിവാണ്. ഞാനൊരു ഭാഗത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോ താടി വെച്ചൊരു കേന്ദ്രമുകാരൻ വന്നിട്ട് എന്നോട് ഒരു സിമ്പിൾ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു നിഷ്കളങ്കനായ താടിയൊക്കെ നീട്ടിയ കുടുങ്ങിപ്പോയൊരു മനുഷ്യനായിരിക്കുമെന്ന് വിചാരിച്ച അയാളുടെ ചോദ്യത്തെ കേട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണേ, അത് ചോദിക്കണേ, ബിസ്മില്ല എന്ന ഭക്ഷണം കഴിക്കാൻ നേരത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ നിങ്ങളെ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല, എന്താ സംഭവിക്കുക? അല്ല ഹദീസ് കൊണ്ട് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു, ശരി ബിസ്മില്ല എന്ന് ചൊല്ലാൻ മറന്നാൽ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്. ബിസ്മില്ല എന്ന് ചൊല്ലാതെ നമ്മൾ ഭക്ഷണം കഴിച്ച പിശാചുക്കൾ പറയുന്നത് ഇങ്ങനെയാണ്, അവർക്ക് ഭക്ഷണം ഉണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട് എന്നൊക്കെ അവർ പറയും. അപ്പൊ അയാൾ അടുത്ത ചോദ്യം, ശരി അത് കിട്ടാനാണ് ഞാൻ ചോദിച്ചത്, എന്നാൽ ഞാനൊരു 3 കായപ്പം, അയാളുടെ ഭാഷയെ ഞാൻ പറഞ്ഞത് കേട്ടോ, എന്തെങ്കിലും ആവാം, 3 പലഹാരം ഞാനൊരു പ്ലേറ്റിൽ വെച്ചു. വലിയ താടി നീട്ടിയ കേന്നമുകാരനായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ചോദിക്കുന്നത്. അയാളുടെ താടി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിഷ്കളങ്കനാണ് എന്ന്. അയാൾ ചോദിക്കാന്, ഒരു പ്ലേറ്റിൽ ഞാൻ 3 പലഹാരം വെച്ചു, എന്നിട്ട് ഞാൻ ബിസ്മില്ല എന്ന് ചൊല്ലാതെ 1 തിന്നു, അരമണിക്കൂർ ഞാനത് മൂടി വെച്ചു, പിന്നീട് വന്ന് നോക്കുമ്പോ 2 എണ്ണം ബാക്കിയുണ്ട്, പിശാച് തിന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്, പിശാച് തിന്നിട്ടില്ല. എവിടെ എത്തി നിങ്ങളുടെ അഖിലാനിയത്ത്? ആലോചിക്കണം നിങ്ങൾ. പാവപ്പെട്ട നിഷ്കളങ്കന്മാരായ സാധാരണക്കാരുടെ മണ്ടയിലേക്ക്, തലച്ചോറിലേക്ക് ഇതാ ഹദീസിന്റെ നിഷേധ പ്രവർത്തനങ്ങളെ അടിച്ചു കയറ്റി, ഒന്നും ചിന്തിക്കാതെ, ആഖിറത്തിനെ കുറിച്ച് ആലോചിക്കാതെ, പരലോകത്തെ കുറിച്ച് ഓർക്കാതെ, അതീവ ഗൗരവമേറിയ പാപരഹിതമായ നോക്കൂ ചോദ്യങ്ങളാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സഹോദരങ്ങളെ, സുദീർഘമായി സംസാരിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, വിഷയങ്ങളെ ഒന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മളൊക്കെ ഈ തൗഹീദിന് വേണ്ടി
അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പഠിപ്പിക്കാനും വേണ്ടി ഓടി നടക്കുന്നവരാണ്. വിഷയങ്ങൾ അറിയാതെ ഒരു മനുഷ്യനെ കുറിച്ച് അവർ ഷിർക്കിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അപകടത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും മനസ്സിലാക്കാൻ നമുക്ക് അവസരങ്ങൾ കിട്ടും. നാം മലന്ന് കിടന്ന് തുപ്പിയാൽ തന്റെ നെഞ്ചിലേക്ക് തന്നെ തിരിച്ചു വരും എന്നതുപോലെ അറിയാതെ ആ പോകുന്ന മനുഷ്യൻ ഷിർക്കിലാണ്, അവൻ ജിന്നൂരിയാണ്, അവൻ ഇന്നതാണ്, ആ മനുഷ്യന്റെ വർഗത്തിൽപ്പെടാത്ത മനുഷ്യന്റെ പേരല്ലാത്ത പേര് വിളിക്കുമ്പോ എന്നിട്ട് തൗബ ചെയ്യാതെ പശ്ചാത്തപിച്ചു മടങ്ങാതെ മരണപ്പെട്ടു പോയാൽ പറയുന്നവർ മുശ്രിക്കും കാഫിറുമായി മരിക്കേണ്ടി വരുമെന്ന വിഷയത്തെ നാം പഠിക്കണം. മറ്റുള്ളവർക്ക് തൗഹീദിന്റെ വെളിച്ചമെത്തിക്കാനുള്ളവരാണ് നമ്മൾ. ഈ സംസാരിക്കുന്ന ആരും തന്നെ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയവരല്ല. തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയവരാരാണ് എന്ന് ഇൻഷാ അല്ലാഹ് സമയ പരിധിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ബഹുമാനനായ മുജാഹിദ് ബാലിശയുടെ സംസാരത്തിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലേ, ജിന്നും മലക്കും പ്രാർത്ഥന കേൾക്കുമെന്ന് പറയുമ്പോ ഈ പ്രസ്ഥാനത്തിലേക്ക് ചാരപ്പണിയെടുക്കാൻ കടന്നു വന്ന നാസർ സുല്ലമി അത് പറയുമ്പോ സുല്ലമിക്കൊരു തെറ്റുപറ്റിപ്പോയതാണ് എന്ന് തിരുത്തിക്കൊടുക്കാൻ അവകാശമുള്ളവർ സുല്ലമി പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ച് അതിനെ ശരിവെക്കുന്ന അവസ്ഥയിലേക്ക്, അപകടകരമായ അവസ്ഥയിലേക്ക് വഴിമാറിയ സംഭവങ്ങൾ നാം കേൾക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഒരു കുട്ടിക്ക് പോലും അർത്ഥമറിയാവുന്ന വിഷയത്തിൽ പോലും ലഘുലേഖകൾ തയ്യാറാക്കുമ്പോ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൃതികൾ തയ്യാറാക്കുമ്പോ ആ കൊച്ചു കൃതിയിൽ പോലും ഒരുപാട് സംവാദങ്ങളും മുഖാമുഖങ്ങളും ഒക്കെ നടത്തി പരിചയമുള്ളവർക്ക് പോലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ വ്യാഖ്യാനം കുറിക്കുമ്പോ തെറ്റ് സംഭവിക്കുകയാണ്. ഗുരുതരമായ അപകടം എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് പിന്നീട് അതിന്റെ സമയോചിതമായി കടന്നു വരുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആർക്കാണ് അബദ്ധം സംഭവിക്കുന്നത് നിങ്ങൾ അറിയണം. ആരാണ് അപകടത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയണം. അന്ധമായ തഖ്ലീദ് നമുക്കില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ. ബാലവേദി കുട്ടികൾക്ക് പോലും നമ്മുടെ നേതാക്കന്മാരോട് ചോദിക്കാൻ അവകാശമുണ്ടായിരുന്നു. അല്ല മൗലവി, എവിടെയാണ് അതിന്റെ തെളിവ്? എത്രാമത്തെ ആയത്താണ്, എത്രാമത്തെ ഹദീസാണ്, ആരുദ്ധരിച്ചതാണ്, അതിന്റെ മത്തിനൊന്ന് പറയാമോ, അതിന്റെ സനദൊന്ന് പറയാമോ എന്ന് ചോദിക്കാൻ അവകാശമുള്ളവരായിരുന്നു നമ്മുടെ ബാലവേദി കുട്ടികൾ. പക്ഷേ കണ്ടത് മാസങ്ങൾക്ക് മുമ്പും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടത് പ്രശ്നങ്ങൾ ആരംഭിച്ചപ്പോ ചോദ്യം ചോദിക്കുന്നവരോട് ഇരിക്കണം അവിടെ എന്ന് ആക്രോശിക്കുന്ന രീതിയാണ് നാം കേട്ടത്, നാം കണ്ടത്. ആരാണ് വഴിമാറി സഞ്ചരിക്കുന്നത്? ആരാണ് റൂട്ട് മാറി സഞ്ചരിക്കുന്നത്? ജീവിതത്തിൽ ഒരു മനുഷ്യനെ കണ്ട് സംസാരിക്കുമ്പോ അദ്ദേഹത്തിന്റെ തൗഹീദ് മനസ്സിലാകണമെന്ന് മാത്രം കൊതിക്കുന്നവരാണ് നമ്മൾ. അബൂദർദാ ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അബൂദർദാ എന്ന് പറയുന്ന ആമിർ ഇബ്നു സയ്യിദ് ഇബ്നു ഖൈസ് എന്ന് പേരുള്ള, ഉവൈമിർ എന്ന് വിളിപ്പേരുള്ള ഖസ്റജ് കുടുംബത്തിൽപ്പെട്ട അൻസാരിയായ അബൂദർദാ ഇസ്ലാമിന്റെ ചരിവിന് ഏറ്റവും നല്ല സുതാര്യമായ പാതയിലേക്ക് വരാൻ കാരണം എന്തെന്നറിയുമോ? അദ്ദേഹം ഒരു ബിംബാരാധകരായിരുന്നു. ചുരുക്കി പറയട്ടെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ആളുകൾ കയറിയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ബിംബത്തെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്മാരായ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ഇഷ്ടപ്പെടുന്ന രണ്ട് സഹാബികൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അദ്ദേഹത്തെ കാണാൻ, സംസാരിക്കാൻ. ആ സഹാബികൾ ഒന്ന് മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവും മറ്റൊന്ന് അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹുമായിരുന്നു. അവർ രണ്ടുപേര് കയറി ചെന്നപ്പോൾ ഈ ബിംബത്തെയാണ് കണ്ടത്. അബൂദർദാ വീട്ടിന്റെ അകത്തില്ല, പുറത്തു പോയതായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ റവാഹ ബിംബമെടുത്ത് നിലത്തേക്കിട്ടു. നിലത്തിട്ടപ്പോൾ ആ ബിംബം പൊട്ടിപ്പോയി. അവർ വീട്ടുകാരുടെ സമ്മതപ്രകാരം വീട് വിട്ട് പോവുകയും ചെയ്തു. അബൂദർദാ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ പൊട്ടിക്കിടക്കുന്ന ബിംബത്തെയാണ് കണ്ടത്. ആ ബിംബത്തെ കയ്യിലെടുത്ത് അബൂദർദാ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചു. ആ ബിംബത്തെ നോക്കിക്കൊണ്ട് അബൂദർദാ പറഞ്ഞു, അല്ല ദഫഅത ലിനഫ്സിക്, നിനക്ക് നിന്റെ ശരീരത്തെ ഒന്ന് തടുത്തുകൂടാമായിരുന്നു? ഞാൻ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന ഈ ബിംബത്തോടാണ് അബൂദർദാ ചോദിക്കുന്നത്. നിനക്ക് നിന്നെ ഒന്ന് ആളുകൾ തകർത്തപ്പോ ഒന്ന് തടുത്തുകൂടാമായിരുന്നു? അബൂദർദാഇന്റെ ഭാര്യ ഉമ്മു ദർദാ പറഞ്ഞു അബൂദർദാഇനോട്, തടുക്കാനും പ്രതിരോധിക്കാനും അതിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ദഫഅൻ നഫ്സിഹി, അത് സ്വന്തത്തെ തന്നെ തടുക്കുമായിരുന്നു. ഒരു ചിന്ത അബൂദർദാഇന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു. അബൂദർദാ പറഞ്ഞു, എനിക്ക് വെള്ളം കൊണ്ട് ഫഖ്തസല, കുളിച്ചു അദ്ദേഹം. സുമ്മ ദഹബ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് നടന്നുപോയി. അദ്ദേഹത്തിന്റെ വരവ് കണ്ട് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ പറഞ്ഞു, നബിയെ, ബിംബം പൊട്ടിച്ചത് ചോദിക്കാനായിരിക്കും വരുന്നത്. നബി പറഞ്ഞു, ഇന്നഹു ജാഹ്, നിശ്ചയമായും അദ്ദേഹം വരുന്നത് ലിയുസ്ലിം,
ഇസ്ലാമാകാൻ വേണ്ടിയാണ്, മുസ്ലിമാകാൻ വേണ്ടിയാണ്. റബ്ബിന്റെ വഹി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് പൊട്ടിക്കിടക്കുന്ന ബിംബക്കട്ടങ്ങളായിരുന്നു. സഹോദരങ്ങളെ, എന്റെ അയൽപ്പക്കക്കാർ, എന്റെ നാട്ടുകാർ, എന്റെ കൂട്ടുകാർ, എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എന്റെ കൂടെ നടക്കുന്നവർ, അതേ എന്റെ ഓഫീസിലുള്ളവർ, അവർക്കൊക്കെ ചില കാരണങ്ങൾ വെച്ച് ദീനിനെ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരുമാണ്. ഇനി സംസാരിക്കാനിരിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ളവർ അമ്പലത്തിൽ ചെന്ന് ഉജ്ജ്വലമായ തൗഹീദ് സംസാരിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നിങ്ങളുടെ തൗഹീദ് തെറ്റിപ്പോയി, നിങ്ങൾ ശിർക്കിലാണ്. ഒരു പള്ളിയിൽ നമസ്കരിക്കാൻ കയറിയപ്പോ എന്റെ മുമ്പേ പരിചയമുള്ള പ്രായമുള്ള മനുഷ്യൻ പറയാണ്, നിങ്ങൾ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ നിങ്ങൾ ശിർക്കിലായി പോയല്ലോ എന്ന് സങ്കടത്തോടുകൂടി പറയുമ്പോ ആലോചിക്കണേ സഹോദരങ്ങളെ, കാരണവന്മാരെ, ഇതാ ഈ ദൂരെ നിന്ന് ശബ്ദം കേൾക്കുന്ന കാരണവന്മാർ ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് അടുത്തു വന്ന് നിന്ന് കേട്ട് മനസ്സിലാക്കണം. പരലോകത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് അവസാനമായി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ജഹീം, ജഹന്നം, ലലാ, ഹുത്തമ, വൈല്, സഖർ, അന്നാർ, 7 നരകങ്ങളെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ജഹന്നം എന്ന നരകം അഹങ്കാരികൾക്കുള്ള നരകമാണ്. ഓരോ നരകങ്ങളെ കുറിച്ചും ആ പദം കഴിഞ്ഞിട്ടോ അതിന്റെ മുമ്പോ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. ആ നരകങ്ങളെ കുറിച്ച് പറയണം, ആ നരകങ്ങളെ കുറിച്ച് അറിയണം, ആ നരകങ്ങളെ കുറിച്ച് പഠിക്കണം. മനുഷ്യനും കല്ലും വെച്ചുന്ന ഭീകരമായ നരകം, ആ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. വേണ്ടേ? ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം, ബാബുർ റയ്യാൻ എന്ന കവാടമുള്ള സ്വർഗം, ബാബു ദുആ എന്ന കവാടമുള്ള സ്വർഗം, ബാബു സലാത്ത് എന്ന കവാടമുള്ള സ്വർഗം. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിലേക്ക് നമ്മളെ ഏതെങ്കിലും ഒരു വാതിലിലൂടെ മാടി വിളിക്കണം. അഹന്ത കാണിച്ച്, ഹുങ്ക കാണിച്ച്, ആളുകൾക്ക് ഇല്ലാത്തതവരുടെ മേൽ കെട്ടിവെച്ച് ആരോപണം ഉന്നയിച്ച് അവരെ അധിക്ഷേപിച്ച് അവരുടെ വർഗത്തിൽപ്പെടാത്ത പേര് വിളിച്ച് സ്വന്തം പെട്ടുകാരനായി ജീവിച്ചു മരിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഒരു ആത്മവിചിന്തനത്തിന് തയ്യാറാകണം. നമ്മെ ആരും മാറ്റുകയില്ല, നാം സ്വയം നന്നാവാൻ തയ്യാറാകണം. ധാരാളം കേൾക്കുക, അന്വേഷിക്കുക, പഠിക്കുക. നാം സ്വയം നന്നാവാൻ തയ്യാറായാൽ ലോകത്തിന്റെ നാഥനായ അല്ലാഹു നമ്മെ മാറ്റാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവർ സ്വയം നന്നാകുന്നതുവരെ അല്ലാഹു അവരെ മാറ്റുകയില്ല എന്ന ഖുർആനിന്റെ പരാമർശം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്നുകൂടി അതിനെക്കുറിച്ച് ആലോചിക്കുക. ഞാനാണ് നന്നാവേണ്ടത്, എന്റെ സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല. എനിക്ക് നാളെ ഹിസാബ് എളുപ്പമുള്ള ഹിസാബാകണം. വിചാരണയില്ലാത്ത ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്ന 70,000 എനിക്ക് പെടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉക്കാശ വിചാരിച്ചു, നബിയെ എന്നെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ പറയണമെന്ന് പറഞ്ഞപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. ആ പദവിയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റിയിട്ടില്ലെങ്കിലും സ്വർഗത്തിൽ എളുപ്പമുള്ള വിചാരണ കഴിഞ്ഞ് സിറാത്ത് എന്ന പാലത്തിലൂടെ അതിവേഗത്തിൽ കടന്നുപോയി സ്വർഗമെന്ന് പറയുന്ന ആകാശഭൂമിയോളം വിശാലമായ ലോകത്ത് നമുക്ക് കയറാൻ, നമുക്ക് ചെല്ലാൻ, നമുക്ക് ഇടം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം. അതിന് കുശുമ്പ് വിട്ടേക്ക്, വാശി വിട്ട് ഒഴിവാക്കിക്കുക. എന്നിട്ട് അഹന്തയും അഹങ്കാരവും ഹുങ്കും മാറ്റിവെച്ചേക്ക്. നാളെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് ശരിക്കാലോചിച്ച് ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് മടങ്ങി ഇവർ പറയുന്നതിൽ കാര്യമുണ്ടോ ഇല്ലേ ഒന്നൊന്ന് അന്വേഷിച്ച് നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടാത്ത വിധത്തിൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമം നടത്തണമെന്ന് മാത്രം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരത്തെ അവസാനിപ്പിക്കുകയാണ്. തുച്ഛമായ സമയത്തിൽ ഒതുങ്ങി നിന്ന് ഓർമ്മയില്ലാതെ നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. യാ ഇബാദല്ലാഹ് പ്രശ്നം വിട്ടിരിക്കുകയാണ്, അല്ലേ? റുഖിയ ശറയ്യ വിട്ടിരിക്കുകയാണ്. പലരും വിട്ട് നാരിയ സ്വലാത്തിൽ ചെന്ന് അവസാനിച്ചിരിക്കുകയാണ്. ആർക്കും അങ്ങനെ ഒരു വാദമില്ല. അതിൽ ശിർക്കുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്ന പരാമർശത്തിലൂടെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ എഴുതി വച്ചിട്ടുണ്ട്. ഞങ്ങൾ നബിയോട് ചോദിക്കുക തന്നെയാണ് എന്ന്. സമസ്തക്കാരെ കുറിച്ച് നമുക്ക് തർക്കമേയില്ല. അവർ ചെയ്യുന്നത്, അതിലൂടെ അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് കടുത്ത ശിർക്ക് തന്നെ, തർക്കമില്ല. അതുകൊണ്ട് യാ ഇബാദല്ലാഹ് വിട്ടോ, റുഖിയ ശറയ്യ വിട്ടോ, അങ്ങനെ പലതും വിട്ട്, ശൈത്താനൊക്കെ വിട്ടോട്ട് ഇപ്പോ തൽക്കാലം എവിടെയെങ്കിലും ഒരു
പിന്നെ കിട്ടുമോ എന്നാലോചിച്ച്, അതിലൊരു പിടിവള്ളി കിട്ടുമോ എന്നാലോചിച്ച്, വേണ്ട ഒരു പുൽക്കൊടിയെങ്കിലും കിട്ടുമോ എന്നാലോചിച്ച് നോക്കുമ്പോ ഇതൊന്നും ആളുകൾ കേസൊന്നില്ല എന്ന് കാണുമ്പോ നാരിയ സ്വലാത്തിലേക്ക് വഴിമാറി ആളുകൾ റൂട്ട് മാറ്റി കൊണ്ടുപോകാനുള്ള നാടകീയ രംഗങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ആളുകൾ പഠിക്കും, വിഷയങ്ങൾ ആളുകൾ കേൾക്കും, ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും, അതിന്റെ ശരിയായ വശം അറിയും. ആ വശത്തിലൂടെ സത്യം കണ്ടെത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹക്കിന്റെ കൂടെ നിലകൊള്ളാൻ, ഹക്കിന്റെ കൂടെ നിലയുറപ്പിക്കാൻ, സത്യം പറയുന്നവർക്ക് സഹായം നൽകാൻ, സത്യം പറയുന്നവർക്ക് മാനസികമായി ശാരീരികമായി അതിന് വേദിയൊരുക്കാൻ സാമ്പത്തികമായി സഹായം നൽകുന്നവരായി മാറാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കയ്യും കാലും കണ്ണും മൂക്കുമെല്ലാം റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്ത് യുദ്ധക്കളത്തിൽ പോരാടിയ സഹാബത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളുടെ റുക്കൂഅുകളും സുജൂദുകളും പ്രാർത്ഥനകളും എല്ലാം സ്വീകരിച്ച് അവർ പ്രവേശിക്കുന്ന സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ നാഥാ. കടക്കടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഏറ്റവും നല്ല മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ നാഥാ. ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ നാഥാ. ഞങ്ങളുടെ പ്രബോധകന്മാർക്ക്, പ്രഭാഷകന്മാർക്ക്, പണ്ഡിതന്മാർക്ക് നാഥാ, ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അപകടങ്ങൾ വരുന്നതിൽ നിന്ന് കാത്തുരക്ഷിച്ച് ഞങ്ങൾക്ക് ഏറ്റവും സുതാര്യമായി ദഅവത്ത് നിർവഹിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി തരണമേ നാഥാ. ഹക്ക് ഹക്കായി പഠിപ്പിക്കാൻ, ബാത്തിലിനെ ബാത്തിലായി വേർതിരിച്ച് കാണിച്ചു കൊടുക്കാൻ ത്രാണിയും ശക്തിയും ഇൽമും പ്രാപ്തിയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ നാഥാ. അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനർ റിയാ, അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനൻ നിഫാഖ്, അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനശ് ശിർക്ക് വൽ കുഫർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.